കാൽക്കുലസിൽ നമ്മൾ ഫങ്ഷൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു കീ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതായത് അതിൻ്റെ ഒരു വിഷ്വൽ ഇൻറ്റ്യൂഷൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, സോ ഇതിനെ ഞാൻ ലൈക്ക് ആ ഫങ്ഷണൽ നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ, അതായത് ലൈക്ക് എഫ് എന്ന് പറയുന്ന എൻ്റെ ഫംഗ്ഷനെ ഞാൻ ഡിനോട്ട് ചെയ്യാനും അതിൻ്റെ പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. സോ ആക്ച്വലി അവിടെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിലും എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, സിമ്പിളായിട്ട് എന്താണോ ഇൻപുട്ട് അതിനെ അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ തരുവാണ് ചെയ്യുന്നത്. സോ സിംഗിൾ ഇൻപുട്ടാണ്, സിംഗിൾ ഔട്ട്പുട്ടാണ്. ഓക്കെ, സോ ഇതിനെ ഞാൻ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ എനിക്കൊരു ലൈൻ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ടാബുലറായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് എക്സ് എന്ന് പറയുന്നതിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാം, എന്നിട്ട് അതിൻ്റെ വൈ കണ്ടുപിടിക്കാം. സോ ഇവിടെ എന്താണ്, എക്സ് 0 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും 0, എക്സ് 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1, എക്സ് 2 വന്നാൽ ഔട്ട്പുട്ട് 2, എക്സ് -3 വന്നാൽ ഇവിടെ -3. സോ -1 വന്നാൽ -1. സോ ടാബുലർ ഫോമിൽ എഴുതാം, അതല്ല എനിക്ക് വേണമെങ്കിൽ ഗ്രാഫായിട്ടും വരയ്ക്കാം. ഓക്കെ, സോ എക്സ് ഒരു ആക്സിസ്, ഇതിവിടെ വൈ ആക്സിസ് 1 2 3 4 5 ഇങ്ങനെ പോകുന്നു. ഇവിടെ 1 2 3 4 5. സോ ഇവിടെ ഓരോ പോയിൻറ്റും ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ലൈക്ക് 45 ഡിഗ്രി ആംഗിളിൽ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് പോസിറ്റീവ് സൈഡിലോട്ട്. സോ ഇത് പോസിറ്റീവ് സൈഡിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു, അതുപോലെ നെഗറ്റീവ് സൈഡിലോട്ട് അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. കാരണം -1 വരുമ്പോഴും ഇതിൻ്റെ വാല്യൂ -1 ആണ്. ഓക്കെ, സോ ഇവിടെ എക്സിൽ -1 വരുമ്പോൾ വൈയിലും -1 ആണ്, അതുപോലെ എക്സിൽ -2 വരുമ്പോൾ വൈയിലും -2 ആണ്. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് എന്താണ് സിമ്പിളായിട്ടൊരു ഗ്രാഫ് കിട്ടിയാൽ അതിനെ ഇങ്ങനെ വിഷ്വൽ ഇൻറ്റ്യൂഷൻ, എല്ലാ ഗ്രാഫിനും വേണമെന്നല്ല, ബട്ട് ചില ആൾജിബ്രായിക് റിലേഷൻഷിപ്പിന് നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി സപ്പോസ് y ഈക്വൽ ടു x² എന്നാണെങ്കിലോ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. ടാബുലർ ഫോമിൽ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോട്ട്സ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഡോട്ട്സിനെ കണക്ട് ചെയ്തൊരു സ്മൂത്ത് ലൈൻ വരച്ചാൽ നമുക്ക് അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഏകദേശം കിട്ടും. അതെല്ലാം നമുക്ക് ഓൾറെഡി അത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം x 0 ആകുമ്പോൾ y-യും 0 ആയിരിക്കും, x 1 ആകുമ്പോൾ y 1 ആയിരിക്കും, x -1 ആകുമ്പോഴും y 1 ആയിരിക്കും, x 2 ആകുമ്പോൾ y 4 ആയിരിക്കും. ഓക്കെ, അതുപോലെ -2 ആകുമ്പോഴും 4 ആയിരിക്കും. സോ ഒരു പരാബോളിക് ഷേപ്പിലുള്ളൊരു കർവായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ലൈക്ക് y ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നാണെങ്കിലോ, സോ നമ്മുടെ നേരത്തെ ഈ ഒരു ലൈൻ, സോ ഇവിടെ എഗെയിൻ 45 ഡിഗ്രിയിൽ പോകേണ്ട ഒരു ലൈൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു ഓഫ്സെറ്റ് കൂടി ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ ബി ലൈക്ക് ഷിഫ്റ്റഡ് അപ്വേർഡ്സ്. ഓക്കെ, സോ ഇങ്ങനെ പോകുന്നൊരു ലൈനായിരിക്കും. ഇനി നമുക്കെന്താണ്, ഇതിപ്പോൾ നമ്മൾ സിംഗിൾ വേരിയബിൾ സിംഗിൾ ഔട്ട്പുട്ടാണ്. ഇനി നമ്മൾ മൾട്ടി വേരിയബിൾ ഇൻപുട്ടും മൾട്ടിപ്പിൾ ഔട്ട്പുട്ടും വന്നാൽ എങ്ങനെ ഇരിക്കും, അതായത് ഇപ്പോൾ y എന്ന് പറയുന്നത് 2 വേരിയബിൾസിൻ്റെ ഔട്ട്പുട്ടാണ്, അതായത് x² പ്ലസ് y². ഇങ്ങനെയാണെന്നുണ്ടെങ്കിലോ എഗെയിൻ നമ്മുടെ ലൈക്ക് നമുക്കൊരു 2D ഗ്രാഫായിട്ട് അതൊരിക്കലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണുള്ളത്. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് ലൈക്ക് 3D ഗ്രാഫ് ഇവിടെ ഒരു 2D പ്ലെയിനിൽ വരയ്ക്കാനുള്ള ശ്രമം നടത്തുവാണ്. സോ ഇത് എക്സും ഇത് വൈയും, ഇത് ഇവിടെ y തന്നെ ഔട്ട്പുട്ടിൽ കൊടുക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ z കൊടുക്കുവാണ്. z ഈക്വൽ ടു x² പ്ലസ് y². സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വരുന്നത് z ആക്സിസിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഗ്രാഫിൻ്റെ അല്ലെങ്കിൽ സർഫസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, നമുക്കൊരു ലൈൻ ആയിരിക്കില്ല, ഒരു സർഫസ് ആയിരിക്കും നമുക്കുണ്ടാവുക. സോ ആ സർഫസ് അഗെയിൻ ലൈക്ക് ദീസ് ഒരു പരാബോളിക് ഷേപ്പിലുള്ളൊരു കർവായിരിക്കും വിത്ത് അതിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് സെൻറ്റർ പോർഷനിലായിരിക്കും, മീൻസ് 0 അടുത്ത് വരുമ്പോഴായിരിക്കും. ഓക്കെ, സോ ആക്ച്വലി ഇത് പോസിറ്റീവ് സൈഡിലാണ് ഞാൻ കാണിച്ചത്, ഇത് കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിലോട്ട് വേണം വരാനായിട്ട്. ലൈക്ക് ഇതുപോലെ സെൻറ്റർ പോർഷനിൽ 0 വരുന്ന രീതിയിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, സോ 2 വേരിയബിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് വരുമ്പോൾ ഇങ്ങനെയൊരു സർഫസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. സോ ഇത്തരത്തിലുള്ള വിഷ്വൽ ഇൻറ്റ്യൂഷൻസ് ഒരു ഗിവൺ ഫങ്ഷൻ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ വേറെ ഒന്നുമാണ് y ഈക്വൽ ടു സൈൻ എക്സ് തന്നു കഴിഞ്ഞാൽ, സൈൻ വേവ് നമുക്കറിയാം. സോ അഗെയിൻ ലൈക്ക്
എക്സ് ഇൻ റേഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് π/2 അല്ലേ, π/2 വരുമ്പോൾ സോറി ഇത് പൈ ആണ്. ഓക്കെ, ഇവിടെയാണ് π/2 വരുന്നത്. പൈ വരുമ്പോൾ വി ഹാവ് ദ മാക്സിമം വാല്യൂ ഓഫ് 1. പൈ വരുമ്പം വി ബി ലൈക്ക് 0 ആയിരിക്കും നമുക്ക് മാഗ്നിറ്റ്യൂഡ് വരിക. ദിസ് ഈസ് എക്സ്. അതുപോലെ അഗെയിൻ 2π എത്തുമ്പോൾ നമുക്ക് വീണ്ടും 0 ആയിരിക്കും വരുന്നത്. അതുപോലെ കോസ് വേവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഇതുപോലെ ഒരു 90 ഡിഗ്രി ഷിഫ്റ്റിലായിരിക്കും അത് പോകുന്നത്. അപ്പോൾ കോസ് വേവ് ആകുമ്പോൾ അത് മാക്സിമം വരുന്നത് 0 എക്സ് 0 ആകുമ്പോഴാണ്. അതുപോലെ ലൈക്ക് അഗെയിൻ അത് മിനിമം വരുന്നത് π/2 എന്ന് പറയുന്ന വാല്യൂവിനാണ് കോസ് ലൈക്ക് കോസ് വേവ് 0 ആവുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള വിഷ്വൽ ഇൻഡ്യൂഷൻ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഇപ്പം y = ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഏതിനൊരു ഫംഗ്ഷൻ നമുക്ക് ആക്ച്വലി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. സോ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, റൈറ്റ്? സോ y എന്ന് പറയുന്നത് ഓൾവേസ് 5 എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഇത് 5 ആണെന്നുണ്ടെങ്കിൽ എക്സിന് എന്ത് വാല്യൂ വന്നാലും y 5 തന്നെയായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും ആക്ച്വലി ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ ഇനി എവിടെയെങ്കിലും ഒരു ഓൾജിബ്രായിക് റിലേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഗ്രാഫിക്കലി കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു പ്രാക്ടീസ്, കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട് ഇടുക. സോ അത് നമുക്ക് പല വിഷ്വൽ ഇൻഡ്യൂഷൻ ബിൽഡ് ചെയ്യാനും പല കാര്യങ്ങളും എളുപ്പത്തിൽ സോൾവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്.